നെയ്മറിന്റെ ഫോം വെച്ചിട്ട് നെയ്മറിനെ വേൾഡ് കപ്പ് ടീമിൽ എടുക്കാതിരിക്കുമോ? ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. നെയ്മറിന്റെ ഫിറ്റ്നസ് കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പോൾ നെയ്മറിനെ വേൾഡ് കപ്പിൽ എടുക്കാതിരുന്നേക്കാം, പരിക്കുണ്ടെങ്കിൽ. അല്ലാത്ത സാഹചര്യത്തിൽ നെയ്മറിനെ എന്തായാലും വേൾഡ് കപ്പ് ടീമിൽ എടുക്കണം എന്നതാണ് എൻ്റെ ഒരു നിലപാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രസീൽ നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പിന് പോയി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് പോയിട്ട് ഒരു കിണ്ടി പോലും കിട്ടത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. അറിയാലോ, ബ്രസീൽ ടീമിൽ ടാലന്റഡിന് ഒരു പഞ്ഞവുമില്ല, കുറേയേറെ സൂപ്പർ താരങ്ങളുണ്ട്. പക്ഷെ മഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാണോ കളി മറക്കും എന്നതാണ് യാഥാർത്ഥ്യം. ബ്രസീലിയൻ ലീഗിൽ സാന്റോസ് അവരുടെ ആദ്യത്തെ വിജയം സ്വന്തമാക്കി. വാസ്കോ ഡ ഗാമയെ 1-2 ഗോളുകൾക്കായിരുന്നു സാന്റോസ് പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ നെയ്മർ ആയിരുന്നു ഈ മത്സരത്തിലെ ഹീറോ എന്ന് പറയുന്നത്. 2 ഗോളും വാസ്കോ ഡ ഗാമയ്ക്ക് വേണ്ടി നേടിയത് നെയ്മർ ജൂനിയർ ആയിരുന്നു. ഒരു കിടിലൻ ചിപ്പിംഗ് ഗോൾ, പിന്നെ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് കിടിലൻ ഒരു ഫിനിഷ്. ഈ മത്സരത്തിൽ നെയ്മറിന്റെ റേറ്റിംഗ് 9.2 ആണ്. ആ ഒരു എൻഡയർ മാച്ചിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നത് നെയ്മർ ജൂനിയറിനായിരുന്നു. പിന്നെ റേസിസത്തിനെതിരെ വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വിനീഷ്യസിന്റെ ആ ഒരു ഡാൻസ്, അതാണ് ഞാൻ പറഞ്ഞത്.